നമസ്കാരം. നമസ്കാരം. അല്ല, ആരൊക്കെയാ ഇത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. വരൂ. ഈശ്വര, എങ്ങനെ കിടന്നിരുന്ന വീടാ. അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ, അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. കൊള്ളാം. ഇങ്ങോട്ടിരിക്കാം. വടി പിടിയിടൂ. ഇരിക്കാം. ഇരിക്കാം. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അതല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ വീട് മാഷക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ. ശരിയാണ്. പണിക്കര് പറഞ്ഞല്ലോ, വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമൻപിള്ളേ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്ന് അടങ്കം എന്നെ കിടത്തി പുറപ്പിക്കൂല മാഷേ. ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയുടെ അല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ വരാം. അയ്യോ, 10,000 രൂപയോ? അതല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? അങ്ങനെ പോകുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്തുവേ. എന്തുവാ ദാസേട്ടാ, താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസൻ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉറക്കം വരുന്നില്ലെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ. വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസേട്ടന് അറിയില്ല. മുടക്കു മുതൽ ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ, ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വീട് ഒഴിയാൻ ദാസേട്ടൻ മാത്രമല്ല, എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപൻ കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാശ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടുന്ന് ഒന്നും ഒരു ഇഷ്ടം. രേഖാമൂലം വീട് എഴുതുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനൊന്നും ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന് രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്. ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000-ഓ 50,000-ഓ നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടുന്ന് വന്നടാ ശ്രീകരൻ? ഹലോ, യെസ്. നിങ്ങൾക്ക് എന്റെ തന്തയാവാനുള്ള പ്രായമുണ്ട്.
വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ വിഴുകിക്കളയോ? ക്ഷമിക്കണം പിള്ളേച്ച, പയ്യനല്ലേ, ആ. ഇവരെല്ലാഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്ന് മിണ്ടറിയോ വാ. പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാർ എന്റെ നാട്ടിൽ വന്ന് എന്നോട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ. അതത്ര നല്ലതല്ല. അഹോ, അയ്യോ, അയ്യോ, ഓടിക്കളഞ്ഞാലോ? അലപ്പുന്നര അങ്ങോട്ട് ഓടുന്നു. ഇതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഓഹോ, 100 ആയുസ്. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ, അല്ല ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ആളെ പിന്നെ കണ്ടില്ലല്ലോ. പിന്നെ അന്നത്തെ തകിടില്ലേ, അതൊരു പ്രേതലേഖനായിരുന്നു. ഓ, അതായത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ഒരു കുഞ്ചിത പാദം അന്നത്തെ ഗൃഹനാഥന്റെ മകൾക്ക് വളരെ രഹസ്യമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനായിരുന്നു. ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പുതുശ്ശേരി തറവാടിനെ പറ്റിയുള്ള എന്തോ രേഖയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് തോന്നിയതല്ല, ഞാൻ വ്യക്തമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതാ. എവിടെ ആ തകിട് കാണട്ടെ. അതെ, ഞാനല്ല, ഇവിടെ ഇരവി രാമൻപിള്ള ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നിരുന്നു. തകിട് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ആ തകിട് അദ്ദേഹത്തിന് വേണമെന്ന്. അദ്ദേഹത്തെ തകിട് കാണിച്ചെന്തിനാ? അവ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്ത തകിടായിരുന്നല്ലോ. എടുത്തെങ്കിൽ എടുത്ത ആളിന് എന്നെ തിരിച്ചു കൊടുക്കാൻ അറിയായിരുന്നു. എന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു പോയി. അപ്പഴേ കുറ്റി 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 എനിക്ക് ഈ സ്വല്പം തിരക്കുണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് വരാം. അച്ഛനുണ്ടോ? ഉണ്ടല്ലോ, വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. എന്തായി, ഗവേഷണമൊക്കെ കഴിഞ്ഞു? ഇടയ്ക്ക് വെച്ച് ഗവേഷണത്തിന്റെ സബ്ജക്ട് മാറിപ്പോയി. വാസ്തുകല വിട്ടോ? വാസ്തു മാത്രം വിട്ടു. പിന്നെ കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു. എന്ത് കല? അത് പല കലകളുണ്ടല്ലോ. ഇപ്പോ ഈ ഹാർമോണിയം, തബല, പിന്നെ വീണ, ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ വീണുപോയത്. ആരോടാണ് നീ കൊഞ്ചുന്നോ? നിനക്കെന്തോടാ? അല്ല, ഞാൻ കണിയാന്റെ കയ്യിൽ ഞാനൊരു തകിട് കൊടുത്തിരുന്നു. അതൊന്ന് തിരിച്ചു കിട്ടിയാൽ. എനിക്ക് സൗകര്യമില്ല തരാൻ. ഇനി ഈ വീടിന്റെ പടി കിടക്കുകയും വേണ്ട. അകത്ത് പൊടി. മര്യാദക്ക് വീടൊഴിയുന്നതാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിന് നല്ലത്. അത് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കാൻ വേണ്ട. ഇറങ്ങി പോടാ. മാഷേ, ഇവിടെ ഇല്ലേ അവൻ? ഇവിടെ തന്നെയും പുറത്ത് കാണുന്നില്ലല്ലോ. ദാസം മാസ്റ്ററേ, എന്താ വേണ്ടത്? ഞങ്ങളെ തന്നെ കാണാനല്ല, മാഷെ കാണാനാവണോ? എന്താ കാര്യം? അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പിന്നെ ആരാ, പെണ്ണാണോ എന്ന് ചോദിച്ചാലിപ്പോ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സംശയം തീർക്കുന്നത് എങ്ങനെയാ? ഉടക്കാനുള്ള പ്ലാനാണോ? ഉടക്കാനുള്ള കൈത്തരിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തണ്ടിയല്ലല്ലോ. കാര്യം പറ തോമാ ചേട്ടാ, കേൾക്കുന്നില്ല. മതിയല്ല അടുത്ത പടി.
ആ നിന്റെ ചേട്ടനെ വിളി, ആ മാഷ്. ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പഴേ പിള്ളാച്ചന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താനാ ഇടങ്കോലെന്നാണ് കേട്ടല്ലോ, നേരാണോ? അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയാ എരവി മുതലാളിയുടെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ്. പിള്ളേച്ചന് വീട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം. കണ്ട പാലക്കാട് എന്നൊക്കെ എവിടെ നാട് ഭരിക്കാൻ നിന്നാലേ. ഉള്ള കാര്യം പറ. ഒഴിയുന്നോ അതോ ഒഴിപ്പിക്കണോ? അത് തന്നോട് പറയേണ്ട കാര്യം എന്താ? താനോ? അയ്യോ, തോമാച്ചനെ കയറി താനെന്നോ? പിന്നെ അച്ഛാന്ന് വിളിക്കണോ? വേണം, തോമാച്ചാന്ന് വിളിക്കണം. വാ ഉത്തരവ്. ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ടാ. നോക്കി നിൽക്കുന്നോടാ. എങ്ങാണ്ടെന്ന് വന്ന ഒരു തെണ്ടി എന്നെ പട്ടിയെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നോടാ. നീ എന്താ വിളിച്ചത്? പട്ടിന്നോ? വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി ആവാം. തെരുവ് പട്ടി. ആ പിള്ളേരുടെ റൗഡികളാ. വല്ലതും പറ്റിയോ? ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണം. ആ തോമ വിഷപ്പാമ്പാ, പോരെങ്കിൽ പിള്ളേരുടെ കമ്പനിയും. ഇനി എന്തോ സൂക്ഷിക്കാൻ? ഇനി ഇവിടെ നിറങ്ങണാൽ തലയറുത്തിടണം. നീ വാ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. പോവാ. ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച. കൊടുക്കാൻ പോയപ്പോ കൊണ്ടു കാണും ഇല്ലടോ. കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നത് തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ. എന്തുവേ? ഗണകന്റെ അച്ഛ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം. ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി. സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താതെ പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്.
ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പോ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. പോവാം. അതെ, നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ?